ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ജൈവ കൃഷി രീതിയിൽ ജൈവവളമായും അതേസമയം കീടനാശിനിയായും ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ ഗോമൂത്രം. മണ്ണിൻ്റെ ജൈവസമ്പുഷ്ടി നിലനിർത്തുന്നതിൽ ഗോമൂത്രത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. NPK മൂലകങ്ങൾക്ക് പുറമെ ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ സൂക്ഷ്മ മൂലകങ്ങളും ഗോമൂത്രത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഗോമൂത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ മണ്ണിലെ ജീവാണുക്കളുടെ വർധനവ് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. മണ്ണിലെ നല്ല ജീവാണുക്കളുടെ വർധനവ് മൂലം ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷിയും നല്ല ആരോഗ്യത്തോടു കൂടിയും കരുത്തോടു കൂടിയും വളരുവാനുള്ള ഒരു സാഹചര്യം മണ്ണിൽ സൃഷ്ടിക്കപ്പെടുന്നു. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കാണാം. ഞാനിവിടെ കുറച്ച് ഗോമൂത്രം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 ദിവസം പഴക്കമുള്ള ഗോമൂത്രമാണ്. ഇപ്പോൾ ഈ കളറിലാണുള്ളത്. അപ്പോൾ എനിക്കിത് കിട്ടുന്ന സമയത്ത് ഇതിലും കുറച്ച് ലൈറ്റ് കളറായിരുന്നു. അപ്പോൾ ഇത് ദിവസങ്ങൾ പഴകും തോറും ഇതിൻ്റെ കളറ് ഡാർക്കായിട്ട് വരും, കുറച്ച് കൂടുതൽ പഴകുന്ന സമയത്ത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ചാണകം കലർന്ന ഗോമൂത്രമാണെങ്കിലും ഈ ഒരു കളറിൽ നമുക്ക് കിട്ടില്ല. ഇതിപ്പോൾ ഗോമൂത്രം മാത്രമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെയാണ് കൃഷിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്ന് നോക്കാം. ഗോമൂത്രം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും വെള്ളമൊഴിച്ച് നേർപ്പിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നല്ല വീര്യമുള്ളൊരു സാധനമാണ് ഗോമൂത്രം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് വെക്കാം. ഞാനൊരു 100 ml ഗോമൂത്രം ഒരു പാത്രത്തിൽ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ 1 ലിറ്ററിൻ്റെ ഒരു കപ്പാണ് ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ട് ഇത് നിറയെ വെള്ളം ഒഴിക്കുവാണ്. അതായത് ഇതിപ്പോൾ 100 ml ഒരളവിലാണ് ഞാൻ ഈ കപ്പിലോട്ടേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി ബാക്കി 900 ml കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ട് ഇത് 1 ലിറ്റർ ആക്കണം. അപ്പോൾ അത്രയും വെള്ളം നമ്മൾ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് വരാം. ഇതിലോട്ടേക്ക് നിറയെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് വെണ്ട വിത്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ഒരു 12 മണിക്കൂർ സ്യൂഡോമോണസ് ലായനിയിലോ വെള്ളത്തിലോ കഞ്ഞിവെള്ളത്തിലോ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണല്ലോ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഗോമൂത്രത്തിലാണ് ഇപ്പോൾ കുതിരാൻ വെക്കുന്നത്. നല്ല രോഗപ്രതിരോധ ശേഷിയോടുകൂടി കരുത്തോടുകൂടി മുളച്ച് വരാൻ ഗോമൂത്രം ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാകുന്നു. അപ്പോൾ ഈ വെള്ളമൊഴിച്ച് നേർപ്പിച്ച ഗോമൂത്രം ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. ഇതൊരു 12 മണിക്കൂറിന് ശേഷം നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. അടുത്തതായി ഗോമൂത്രം ഉപയോഗിച്ച് നമുക്കൊരു ജൈവവളം തയ്യാറാക്കാം. 1 ലിറ്റർ കപ്പാണ് ഇത്. അതിലോട്ടേക്ക് ഗോമൂത്രം ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ അത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നേ. അതേ കപ്പ് അളവിൽ ഞാൻ കുറച്ച് മണ്ണിര കമ്പോസ്റ്റാണ് എടുത്തിട്ടുള്ളത്. മണ്ണിര കമ്പോസ്റ്റ് അത് നമുക്ക് ഇതിലോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഒരു ദിവസം ഇതുപോലെ പുളിപ്പിക്കാൻ വെക്കണം. അതിന് ശേഷം 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിത് ചെടികൾക്ക് പ്രയോഗിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് മുളകിലെ കുരുടിപ്പിനും വെണ്ടയിലെ പുഴുക്കളും ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ഒരു കീടനാശിനി ഗോമൂത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 5 കാന്താരി മുളക് ചതച്ചതാണിത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ബാർ സോപ്പ് അലിയിച്ചെടുത്തതാണ്. ഇത് ഒരു 5 ml വേണം. 5 കാന്താരി മുളക് 5 ml ബാർ സോപ്പ് അലിയിച്ചെടുത്തത്. ഇത് 10 ml മൂടിയാണ്. അതിൽ നമുക്ക് പകുതി എടുത്തിട്ട് 5 ml ഇതിലോട്ടേക്ക് 5 ml ബാർ സോപ്പ് അലിയിച്ചത് എടുത്തൊഴിക്കുന്നുണ്ട്. 100 ml ഗോമൂത്രം. ഇനി ഇത് നിറയെ വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇതിൽ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക.
ഈ സ്പ്രെയറിലോട്ടേക്ക് നമുക്കിത് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് സ്പ്രെയറിലോട്ടേക്ക്. ഇത് നല്ലൊരു കീടനാശിനിയാണ്. കീടങ്ങളുടെ ആക്രമണം നമുക്ക് കൂടുതലൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഗോമൂത്രം മാത്രം ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ എഫക്റ്റീവായ വേറൊരു കീടനാശിനിയാണ്, അതായത് നമ്മുടെ ആര്യവേപ്പിലയാണ് ഇത്. ഞാനിവിടെ ഒരു 25 ഗ്രാം ആര്യവേപ്പില എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ പാത്രത്തിലോട്ടേക്ക് ഇടാം. അതിലോട്ടേക്ക് 100 ml ഗോമൂത്രം, അത് മുങ്ങിക്കിടക്കണം. ഇത് നമുക്ക് 24 മണിക്കൂർ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിലോട്ടേക്ക് 10 ഇരട്ടി വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചെടികൾക്ക് പ്രയോഗിച്ചു കൊടുക്കാൻ. ഒരുവിധ എല്ലാ കീടങ്ങൾക്കും വളരെ ഉത്തമമായ ഒരു കീടനാശിനിയാണിത്. നമുക്കിത് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെടിയുടെ തടത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് 24 മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് ഡയലൂട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ ചീര നമ്മൾ പാകിയതിന് ശേഷം വളർച്ചാ മുരടിപ്പ്, വളരുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ പലരും പറയുന്നത് കേൾക്കാറുണ്ട്. അതിനൊരു അത്യുത്തമമായ ഒരു വളമാണ് ഗോമൂത്രം. അത് നമ്മളിപ്പോൾ 1 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ 10 ലിറ്റർ വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. 1 ലിറ്ററിന് 10 ലിറ്റർ വെള്ളം കൂട്ടി നേർപ്പിച്ച ഗോമൂത്രമാണിത്. ഞാനിത് ചീരകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല കരുത്തോടുകൂടി രോഗപ്രതിരോധ ശേഷിയോടുകൂടി ചീരകൾ വളർന്നു വരാൻ ഇത് ഉപകരിക്കും. നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നാടൻ പശുവിൻ്റെ ഗോമൂത്രം തന്നെ നമ്മൾ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഗോമൂത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് പലതരം ജൈവവളങ്ങൾ തയ്യാറാക്കാവുന്നതാണ്. ഗോമൂത്രത്തിൽ നൈട്രജൻ്റെ അളവ് വളരെ കൂടുതലുള്ളത് കാരണം യൂറിയയുടെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. നമുക്ക് ഡയലൂട്ട് ചെയ്തിട്ട് 2 ആഴ്ചയിലൊരിക്കൽ ചെടികൾക്ക് പ്രയോഗിച്ച് കൊടുക്കാവുന്നതാണ്. തെങ്ങിൽ കായ്ഫലം കൂട്ടുവാൻ നമുക്ക് ഗോമൂത്രം പ്രയോഗിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് 5 ഇരട്ടി വെള്ളം മാത്രം ഒഴിച്ചിട്ട് നേർപ്പിച്ച് കൊടുത്താൽ മതി. വാഴയിലെ കുറുനാമ്പ് രോഗത്തിന് നല്ലൊരു പ്രതിവിധിയാണ് ഗോമൂത്രം. അത് 1 ലിറ്റർ ഗോമൂത്രത്തിന് 5 ലിറ്റർ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ടാണ് പ്രയോഗിച്ച് കൊടുക്കേണ്ടത്. ലിറ്ററിന് 30 രൂപ വിലയിൽ ഗോമൂത്രം മാർക്കറ്റിൽ ലഭ്യമാണ്. ഗോമൂത്രത്തിൽ അയേൺ, കാൽസ്യം, മാംഗനീസ്, സൾഫർ എന്നീ മൂലകങ്ങളും നല്ല തോതിൽ അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ പ്രശ്നമായ ബാക്ടീരിയൽ വാട്ടം അതിന് ഒരു ഉത്തമ പ്രതിവിധിയാണ് ഗോമൂത്രം. നല്ല രീതിയിൽ ചീര പെട്ടെന്ന് വളർന്ന് ഒരു രോഗമൊന്നുമില്ലാതെ നമുക്ക് നല്ല ഇലകൾ കിട്ടാൻ വേണ്ടി നമുക്ക് ഗോമൂത്രം പ്രയോഗിച്ച് കൊടുക്കാവുന്നതാണ്. ആഴ്ചയിൽ 1 തവണ നമുക്ക് ഗോമൂത്രം പ്രയോഗിച്ച് കൊടുക്കാം. നമ്മുടെ ചീരയ്ക്ക് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗോമൂത്രം. നല്ലൊരു വളമാണ്. ചീരയുടെ ഇലപ്പുള്ളി രോഗത്തിനൊക്കെ ഇത് നല്ലൊരു പ്രതിവിധിയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു മുളകിന് ഒരു കുരുടിപ്പ് രോഗം വന്നിട്ടുണ്ട്. ഇതിന് മാത്രമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇലകളൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഗോമൂത്രം തളിച്ചു കൊടുക്കാം. ഗോമൂത്ര കാന്താരി മിശ്രിതമാണ് തളിച്ചു കൊടുക്കുന്നത്. ബാക്കി മുളകിനൊന്നും കുഴപ്പമൊന്നുമില്ല. മുളകൊക്കെ വന്നിട്ടുണ്ട്. ഗോമൂത്രവും വെർമി കമ്പോസ്റ്റും മിക്സ് ചെയ്ത വളം പയറിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഞാനിത് വെർമി കമ്പോസ്റ്റ് ഗോമൂത്രമായിട്ട് മിക്സ് ചെയ്തത് വാഴയ്ക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. ഗോമൂത്രം ഡയലൂട്ട് ചെയ്തതാണ് ഞാൻ ഇത് മുളക് പാകിയതാണ്, അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.